ഒരു മണ്ണ് എന്നുള്ള നിലയിൽ ഈ തൃശ്ശൂരിൻ്റെ ഒരു ഫുട്ബോൾ വികാരം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. രാഷ്ട്രീയക്കാർക്ക് ഇത്രയൊക്കെ ഈ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ടോന്ന് ഭയങ്കര ഒരു ആവേശമായിരുന്നു. 5 ആൺകുട്ടികളും ഞാനുമാണ് ഉണ്ടായിരുന്നത്. ഒരു കോച്ചിങ്ങിന്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ എനിക്ക് പറഞ്ഞു തന്ന വ്യക്തിയാണ് വിക്ടർ സർ. ഒരുപാട് ക്ലിപ്പിങ്സ് കേട്ടിരുന്നു യൂട്യൂബിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. ഇത്തരം ഒരു പ്രോഗ്രാം ആശയം മനസ്സിൽ വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്നു. 2022-23 ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ബെസ്റ്റ് വുമൺ കോച്ചിൻ്റെ ഒരു അവാർഡ് എനിക്ക് ലഭിച്ചിരുന്നു. അല്ലെങ്കിൽ ക്ലബ്ബുകളെ കൂട്ടിയിണക്കിക്കൊണ്ട്, സ്കൂളുകളെ കൂട്ടിയിണക്കിക്കൊണ്ട് ഉള്ള പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത്. കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് ബിരുദം, കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ബിരുദാനന്തര ബിരുദം, പട്യാല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിൽ നിന്നും ഫുട്ബോൾ കോച്ചിങ്ങിൽ ഡിപ്ലോമ, കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് എംഫിലും, തമിഴ്നാട് എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റും നേടിയ ഡോക്ടർ PV പ്രിയ. പരിശീലനത്തിൽ ഫിഫയുടെ റീജിയണൽ കോച്ചസ് കോഴ്സിലും കോച്ചുകൾക്കായുള്ള റിഫ്രഷ് കോഴ്സുകളിലും പങ്കെടുത്തിട്ടുള്ള പ്രിയ അണ്ടർ 14, അണ്ടർ 17, അണ്ടർ 19 വിഭാഗങ്ങളിൽ ദേശീയ ടീമുകളെ പരിശീലിപ്പിച്ചിട്ടുള്ള പ്രിയ വനിതകളുടെ സീനിയർ ടീമിന്റെ ചീഫ് കോച്ചായും പ്രവർത്തിച്ചിട്ടുണ്ട്. മലേഷ്യ, വിയറ്റ്നാം, ജോർദാൻ, ബഹ്റിൻ, തായ്ലൻഡ്, ബംഗ്ലാദേശ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും തമിഴ്നാട്, ഒറീസ, ഭോപ്പാൽ, ലുധിയാന, ഷില്ലോങ്, ബംഗാൾ, മണിപ്പൂർ, ആസാം തുടങ്ങിയ ഇതര സംസ്ഥാനങ്ങളിലും തന്റെ പ്രാഗൽഭ്യത്തിന് സാക്ഷികളായിരുന്നിട്ടുണ്ട്. 15 വർഷക്കാലത്തെ പരിശീലന മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഡോക്ടർ പ്രിയെ ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ ലൈസൻസ് ഹോൾഡർ കൂടിയാണ്. നമുക്ക് കേൾക്കാം പ്രിയെ. ബഹുമാന്യനായ അധ്യക്ഷൻ സുരേന്ദ്രൻ സർ, പന്ന്യൻ രവീന്ദ്രൻ സർ, വിക്ടർ സർ, PT ജോയ് സർ, സ്റ്റീഫൻ സർ, MM ജേക്കബ് സർ, അതുപോലെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, 2022-23 ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ബെസ്റ്റ് വുമൺ കോച്ചിൻ്റെ ഒരു അവാർഡ് എനിക്ക് ലഭിച്ചിരുന്നു. അത് പോയി ഏറ്റുവാങ്ങിയില്ല. ഇന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന്, എസ്പെഷ്യലി തൃശ്ശൂരിൽ നിന്ന്, നമുക്കൊക്കെ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ വിജയാട്ടൻ്റെ അല്ലെങ്കിൽ ഒരുപാട് പേരുടെ പേരെടുത്ത് പറയുന്നില്ല, ഒരു മണ്ണ് എന്നുള്ള നിലയിൽ ഈ തൃശ്ശൂരിൻ്റെ ഒരു ഫുട്ബോൾ വികാരം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. തൃശ്ശൂരിൽ നിന്ന് അത് ലഭിക്കുക, അതുപോലെ തന്നെ വേദി പങ്കിടുന്ന വ്യക്തികളുടെ ഒരു പ്രാഗൽഭ്യം എഴുത്തിലൂടെ, അതുപോലെ പന്ന്യൻ സാറിൻ്റെ ഒക്കെ പത്രങ്ങളിലൂടെയൊക്കെ ചെറിയ വേൾഡ് കപ്പൊക്കെ വരുന്ന സമയങ്ങളിൽ ഇങ്ങനെ ചെറിയ കോട്ടിങ്സ് ഒക്കെ കാണുന്ന സമയങ്ങളിലും ചില ക്ലിപ്പിംഗ് കാണുന്ന സമയങ്ങളിൽ ഞാൻ വിചാരിക്കും, രാഷ്ട്രീയക്കാർക്ക് ഇത്രയൊക്കെ ഈ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ടോന്ന് നമുക്ക് സംശയം തോന്നും. അതിൽ വളരെ വ്യക്തമായിട്ട് ഓരോ രാജ്യങ്ങളുടെ കളി ശൈലികളെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഭയങ്കര ഒരു ആവേശമായിരുന്നു. ആദ്യമായിട്ടാണ്, ഞാൻ കണ്ണൂരുകാരിയാണ്, ആദ്യമായിട്ടാണ് സാറിനെ ഞാൻ ഇത്ര അടുത്ത് കാണുന്നത്. പിന്നെ വിക്ടർ സാർ ഞാൻ PG പഠിക്കുന്ന സമയത്ത് എൻ്റെ ഗുരുനാഥനായിരുന്നു. അതുപോലെ കോച്ചിങ്ങിൻ്റെ എൻ്റെ ബാലപാഠം, ഞാൻ PGയിൽ ഫുട്ബോൾ സ്പെഷ്യലൈസേഷൻ ചെയ്യുമ്പോൾ 5 ആൺകുട്ടികളും ഞാനുമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ ഞാൻ ഓൾറെഡി കേരള ടീമിന് വേണ്ടിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഒരു കോച്ചിങ്ങിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ എനിക്ക് പറഞ്ഞു തന്ന വ്യക്തിയാണ് വിക്ടർ സർ. സാറിൻ്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഒരു അവാർഡ് വാങ്ങാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ജോയ് സാറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, പക്ഷെ ഞാൻ ഒരുപാട് ക്ലിപ്പിങ്സ് കേട്ടിരുന്നു
യൂട്യൂബിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ പല കാര്യങ്ങളും ആൾക്കാരുടെ ഹൃദയം സ്പർശിക്കുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു തന്ന, നമുക്ക് ആ വഴികളിലൂടെ നടത്തിച്ചു തന്ന ഒരു വ്യക്തിയാണ് സ്റ്റീഫൻ സാർ. ഇത്തരം ഒരു പ്രോഗ്രാം ആശയം മനസ്സിൽ വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്നു. ജേക്കബ് സാർ, അതുപോലെ നമുക്കറിയാം ഇന്ന് നമ്മൾ ലോക കായിക മാമാങ്കം അത്യുറ്റ കോടിയിൽ നിൽക്കുന്ന ഈ ഒരു സമയങ്ങളിൽ ഇത്തരം ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച അല്ലെങ്കിൽ ഇത്തരം ഒരു പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യം. ഇന്ന് രാവിലെ തന്നെ നമ്മൾ പത്രം നോക്കുമ്പോൾ കണ്ടതാണ് അമൻ എന്ന് പറയുന്ന ആ 21 വയസ്സുകാരന്റെ നിശ്ചയദാർഢ്യത്തിന്റെ മുന്നിൽ നമ്മൾ ആ ഒരു മെഡൽ എത്ര വലുതാണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ് നമ്മുടെ ഗ്രാസ് റൂട്ട് ലെവൽ പരിശീലനത്തിന്റെ കാര്യം. അയാളുടെ വീട്ടിലുള്ള, അയാളുടെ റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന, അയാളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അയാൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾക്കും എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഫുട്ബോൾ, ഇപ്പം കല്ലറക്കൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഫുട്ബോളിനെ മാത്രം വെച്ചുകൊണ്ടിരുന്നില്ല. നമ്മൾക്ക് ഇപ്പം ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനങ്ങളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഒരു ഫുട്ബോൾ അല്ലെങ്കിൽ സ്പോർട്സ് നമ്മൾ ഈ നമ്മുടെ ജനറേഷനിൽ ചിന്തിക്കണ്ട. നമുക്ക് സപ്പോർട്ടായിട്ട് വേണ്ടത് ഇതുപോലുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെന്റുമായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ഫൗണ്ടേഷനുകളും കൂട്ടായ്മകളും, അതുപോലെ ഫുട്ബോൾ കളിക്കാരുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നിന്ന് നമ്മുടെ ഓരോരോ ആൾക്കാരുടെയും വീടിനടുത്തുള്ള അല്ലെങ്കിൽ ക്ലബ്ബുകളെ കൂട്ടിയിണക്കിക്കൊണ്ട്, സ്കൂളുകളെ കൂട്ടിയിണക്കിക്കൊണ്ട് ഉള്ള പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എന്നിരുന്നാലും ഒരുപാട് നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. ഈ കല്ലറക്കൽ ഫൗണ്ടേഷന്റെ ഫസ്റ്റ് കോച്ചിങ് അവാർഡ് എനിക്ക് ലഭിച്ചതിൽ. ഇനിയും വരും കാലങ്ങളിൽ കല്ലറക്കൽ ഫൗണ്ടേഷന് ഫുട്ബോൾ പോലെ തന്നെ മറ്റ് ഇതര ഗെയിമുകളും എല്ലാം ചേർത്തിണക്കിക്കൊണ്ട് കൂടുതലായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഈ അവാർഡ് ലഭിച്ചതിൽ ഒരുപാട് സന്തോഷം. നന്ദി, നമസ്കാരം.